സാറേ ദാണ്ടേ PTA ഫണ്ട് എല്ലാവരുടെയും മേടിച്ചോ? എല്ലാവരുടെയും മേടിച്ച് 1500 രൂപ ഉണ്ട്. മിടുക്കൻ. അയ്യോ ക്ലാസ് ഉണ്ടല്ലോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടെങ്കിൽ എഴുതിക്കൊണ്ട് വരണം. ശരി എന്നാ എല്ലാവരും ഊണ് കഴിച്ചോ. ആരായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ? നമുക്ക് പോലീസിനെ വല്ലതും അറിയിച്ചാലോ? സാറേ ഇപ്പൊ പോലീസിനെ അറിയിച്ചുണ്ടല്ലോ, നാട് മുഴുവൻ അറിയും. ഇതേ ഈ സ്കൂളിലെ ഏതോ പയ്യനടുത്ത് ഇതിനി പോലീസ് കേസായി അവനെ പിടിച്ചു കഴിഞ്ഞ് അവൻ കയറി തൂങ്ങി കഴിഞ്ഞോണ്ടല്ലോ സാറ് പെടും. അതാ പറഞ്ഞേ. പോലീസ് കേസ് വേണ്ട, പോലീസ് കേസ് വേണ്ട. അതാ പറഞ്ഞ. വേറെ എന്താ ഇപ്പൊ വഴി? നമുക്ക് ഉജ്ജ്വലനെ വിളിച്ചാലോ? 10 ഉജ്ജ്വലനാ. അവൻ ഈ പെൻസിൽ കാണാത്തതും ഡസ്റ്റർ കാണാത്തതും ഒക്കെ കണ്ടുപിടിച്ച് ഷോ അടിച്ച് നടക്കുന്നവനല്ലേ? സാറേ സാറിന് അവനെ കുറിച്ച് ശരിക്കും അറിയാത്തോണ്ടാ. എങ്ങനെങ്കിലും ആ പെൻസിൽ ഒന്ന് കണ്ടുപിടിച്ചാടാ. എന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാടാ. താണ്ടേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് എന്റെ പെൻസിലാ, അല്ലാതെ അവന്റെ അടിച്ചു മാറ്റിയൊന്നും അല്ല കേട്ടോ. എടാ എന്റെ പെൻസിൽ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്റെ മണ്ടയ്ക്ക് ഞാനൊരു വെട്ടിയായിരുന്നു. അപ്പൊ കണ്ടുപിടിക്കാനുള്ളത് അതാണ്. അപ്പൊ ആ തെളിവും പോയി. ഈ ഭാഗം നീ നല്ല പോലെ യൂസ് ചെയ്തിട്ടുണ്ട്, ഇനി യൂസ് ചെയ്യാൻ ബാക്കിയുണ്ട്. ബട്ട് നീ എന്തിന് ഈ ഭാഗം വെട്ടി? ഇതധികം യൂസ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും മറയ്ക്കാനാണോ? എന്തൊക്കെ പറഞ്ഞാലും ഇത് എന്റെ പെൻസിലാ. അല്ല, ഇത് എന്റെ പെൻസിലാ. എന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പെൻസിലായത്. അവിടെ 10-200 പിള്ളേർക്ക് അപ്സര പെൻസിൽ ഉണ്ട്, പിന്നെന്തുവാ? എടാ ഇത് എന്റെ ആടാ. അറിയാം. സ്വന്തം പെൻസിൽ ഒടിയുന്നായപ്പോ ഉടമസ്ഥര് ദണ്ണം വന്നു. അടിച്ചു മാറ്റിയവന് ദണ്ണം വരേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും നല്ലൊരു പെൻസില് ഇതുപോലെ വികൃതമാക്കണമെങ്കിൽ എടാ അന്തിക്കുരുടാ, അത് നിന്നെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. കൈ കൊട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ ആ ടെക്സ്റ്റിനകത്ത് അങ്ങനെ ഒരു തെറ്റുണ്ട്. അപ്പൊ നിങ്ങൾ അത് എടുക്കണ്ട കേട്ടോ. വേറെ പ്രിന്റ് ഔട്ട് ഞങ്ങൾ തരാം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അത് കയറ്റി വെച്ചാൽ മതി. എന്താ പേജ് അങ്ങ് കളഞ്ഞാൽ മതി കേട്ടോ. അതെടുക്കല്ലേ. എന്റെ ഫോൺ കാണുന്നില്ല. ഫോണോ? നല്ലപോലെ നോക്കി. എടാ അതിനകത്തിലെങ്കിൽ ഇല്ലടാ. ഇതാരോ എടുത്തതാ. ഇവിടെ 5 മിനിറ്റേ ഉള്ളൂ. അവിടെ സാറിനോട് പറഞ്ഞാലോ? നമ്മുടെ ഫോണാ. അല്ല ഇപ്പൊ എന്തോ ചെയ്യാൻ പറ്റൂ? നീ എടുക്കൂലടാ. നീ എടുക്കൂല്ലയോ? എന്തോടാ കാര്യം? സാറേ എന്റെ ഇൻസ്ട്രോ ബോക്സ് കാണുന്നില്ല. ഇവനെടുത്തേ. സാറേ ഇവനെടുത്ത് ഉറപ്പാ. നിന്റെ ബാഗിങ് എടുത്തേ. ഇതിനകത്തെങ്ങും ഇല്ലല്ലോ. ഇല്ല സാറേ. ഇല്ല സാറേ എന്നാ പിന്നെ ക്ലാസ്സിൽ ആരെങ്കിലും കൈ കാണും സാറേ. നമുക്ക് മൊത്തം ചെക്ക് ചെയ്യണം. നിന്റെ ബാഗ് എടുത്തേ. ഇതിനകത്ത് 3 നേരം തിന്നാനുള്ള ബോക്സ് മാത്രമേ ഉള്ളല്ലോ, ബുക്കൊന്നും ഇല്ലല്ലോ. പാനിന്റെ പോക്കറ്റും ഇല്ല. ഈശ്വര, എന്തുവാ? ഒന്നുമില്ല. എടാ എനിക്ക് ബാത്റൂമിൽ വരെ ഒന്ന് പോകണമായിരുന്നു, ഭയങ്കര അർജന്റാ. ഇതൊന്ന് പിടിക്കണേ. അല്ല ഒന്നുമില്ല. ഫോൺ കിട്ടി. ഉജ്ജലിനെ ഇരിക്കുന്ന ബാഗ് ചെക്ക് ചെയ്തില്ലല്ലോ, അങ്ങോട്ട് വരുവാ. ബാഗിഞ്ഞെടുത്തേ. ഇതിനകത്തെങ്ങും ഒന്നും ഇല്ലല്ലോ, ഓട്ട മാത്രമുണ്ട്. സാറേ ഒരബദ്ധം പറ്റിയതാ. എന്തുവാ? ബോക്സിന്റെ പോക്കലുണ്ടായിരുന്നു. ഓഹോ, നിന്റെ കുറുമ്പിച്ചിരി കൂടുന്നുണ്ട്. സോറി സാറേ. ക്ലാസ് കഴിഞ്ഞല്ലോ, എല്ലാരും വീട്ടിൽ പോ. അതിനിടയ്ക്ക് ഫോണും കൊണ്ടുവന്നല്ലേ? സാറേ ഇപ്പൊ ഫോൺ കൊണ്ടുവന്നാണ് ഇവിടുത്തെ വിഷയം. എന്നാ വിളിക്ക്. ഉജ്ജ്വലോ നാട്ടിലറിയുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും നീ ആ PTA ഫണ്ട് കണ്ടുപിടിച്ചേരണം. ബെല്ലടിച്ച ശേഷം സാർ ക്ലാസ്സിലോട്ട് പോയി. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ശംഭു സാറ് സ്റ്റാഫ് റൂമിൽ വന്നത്. അതിന്റെ ഇടയ്ക്ക് ഇവിടെ കയറി ആരോ അതെടുത്തിട്ടുണ്ട്. എടാ ഞാൻ പൈസ കൊടുത്തിട്ട് അപ്പത്തിന് ക്ലാസ് വന്നു, നീ ഇല്ലായിരുന്നു എന്റെ കൂടെ. അവനല്ല.
അന്തിക്കുരുടനെ സ്റ്റാഫ് റൂമിലോട്ട് ചോക്ക് എടുക്കാൻ വന്ന ഞാൻ കണ്ടായിരുന്നു. എടാ ചോക്ക് എടുക്കാൻ പോയെന്നുള്ള ശരിയാ, പക്ഷെ പൈസ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ആ സമയത്ത് നീ അല്ലാതെ വേറെ ആരും അവിടെ ചെന്നിട്ടില്ല. എടാ ഞാൻ അറിയാതെ ഒരു കുഞ്ഞി പെൻസിൽ എടുത്തെന്നും പറഞ്ഞ് ഈ മോശണം മൊത്തം ചെയ്തത് ഞാനാണോ? നിന്റെ കൈ കാണിച്ചേ. വൈറ്റ് ചോക്ക്, പക്ഷെ സാറിന്റെ ടേബിളിന്റെ ഡ്രോയറിൽ റോസ് ചോക്കിന്റെ പാടാണല്ലോ. ആരെഴുതിയത്? ആ ഇന്ന് രാവിലെ കണ്ടതാ. ഇന്ന് രാവിലെ ഈ ക്ലാസ്സിന് വേണ്ടി 2 ബോക്സ് ചോക്കാ മേടിക്കും. ഒരു വൈറ്റ് ബോക്സും ഒരു റോസ് ബോക്സും. വൈറ്റ് ബോക്സിലെ ഒരു ചോക്ക് അന്തിക്കണ്ണെടുത്തു. റോസ് ബോക്സിലെ ഒരു ചോക്ക് ആരോ എടുത്തിട്ടുണ്ട്. ആ എടുത്തവനാണ് സാറിന്റെ പൈസ എടുത്തത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോർഡിൽ അത് ആരാണോ എഴുതിയത് അവനാണ് പൈസ എടുത്തത്. എടാ അത് നമ്മളങ്ങനെ കണ്ടുപിടിക്കും? ഈ കൈയക്ഷരം ഇവിടെ വേറെ ആർക്കും ഇല്ലല്ലോ. അപ്പം ബോർഡിനകത്ത് ഒരു കാര്യം എഴുതാവേ. അയ്യോ, ചോക്കില്ലല്ലോ. ആരുടെയെങ്കിലും ചോക്കുണ്ടോ? ആരും അനങ്ങുന്നില്ല. സാറേ എന്നാ എന്റെ ചോക്കുണ്ട്. നീ ഒരു ചോക്ക് തന്നല്ലോടാ. നീ ഒരു മുട്ടായി അങ്ങ് വെച്ചോ. അതെന്തോ സാറേ, അവന് മാത്രമുള്ള മുട്ടായി. ഞങ്ങൾ ചോക്ക് തന്നാൽ ഞങ്ങൾക്ക് തരുമോ മുട്ടായി? അടുത്ത ആര് ചോക്ക് തരുവാണേലും ക്യാൻറ്റീനിൽ നിന്നേ ഞാൻ ഒരു ബിരിയാണി അങ്ങ് മേടിച്ചു കൊടുക്കും. നിന്റെ വിഷമം അങ്ങ് മാറിയല്ലോ. സാറേ എന്നാ ചോക്ക്? ബിരിയാണി. സ്റ്റാഫ് റൂമിൽ നിന്ന് എടുത്ത PTF ഉണ്ട്. നീ എവിടെ വെച്ചേക്കുന്നത്? സ്റ്റാഫ് റൂമിൽ നിന്ന് PTF ഉണ്ടോ? ഈ കളറിലെ ചോക്ക് ഈ പരിസരത്ത് ഒരു കടയിലും ഇല്ല. ആകെ ഉള്ളത് നമ്മുടെ സ്റ്റാഫ് റൂമിൽ. അതും ഇന്നലെ വന്ന സ്റ്റോക്ക്. അതിൽ നിന്നൊരു ചോക്ക് മിസ്സായി. അതും നിന്റെ കയ്യിലെത്തി. എങ്ങനെ? അതും പോട്ടെ, നീ ഇല്ലേ ഇത് വെച്ച് ആ ബോർഡിൽ എഴുതിയേക്കുന്നത്? ആ ബോർഡിൽ എഴുതിയ പാട് കണ്ടോ? ഏതോ ഇടത് കൈയും വെച്ച് എഴുതിയ കയ്യുടെ പാട് കണ്ടോ അതെ കിടക്കുന്നത്? ഞാനാണെങ്കിൽ വലത് കയ്യനാ. ഇത് നീ പറയുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഇന്നലെ നടത്ത സയൻസിന്റെ എക്സാമിന്റെ പേപ്പർ ഇത് തന്നായിരുന്നല്ലേ? നിനക്ക് ഫുൾ മാർക്കാ. എന്നാലേ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ഉത്തരം ഒന്ന് പറയാവോ? അത് ഞാൻ മറന്നുപോയി. നിനക്ക് ഫുൾ മാർക്ക് കിട്ടിയ എക്സാമിന്റെ പേപ്പറാ മറന്ന്. എന്നാ സാറേ, സാറെന്നത് കേട്ടോ. നമ്മുടെ ഷാമോന് ഒരു ടിൻ ബ്രദർ ഉണ്ട്. നമ്മുടെ സ്കൂളിലല്ല, വേറെ സ്കൂളിൽ. പുള്ളി ഒരു ബുജിയ. ഇവൻ എക്സാം ഉള്ള സമയത്ത് അവനിവിടെ വന്നിട്ട് ഇവന് വേണ്ടി എക്സാം എഴുതി കൊടുക്കാറുണ്ട്. തിരിച്ച് അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവൻ പോയി ഇടപെട്ട് പരിഹരിച്ചു കൊടുക്കും. അതായിരുന്നു ഡീൽ. അന്തിക്കുരുടെ ചോക്കെടുക്കാൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ ഷാമോന്റെ ട്വിൻ ബ്രദറും കൂടെ ഇറങ്ങിയായിരുന്നു. അപ്പൊ എങ്ങനെ ആ പൈസ അങ്ങ് തിരിച്ചു കൊടുക്കുമല്ലേ? ഏടാ ഈ ബ്രദറാന്നുള്ളത് നിനക്കെങ്ങനെ മനസ്സിലായി? എടാ, ഞാൻ നിൽക്കുന്ന ബ്ലൂ പെൻഡ്രൈവ് ഇല്ലേ? എന്ത് ബ്ലൂ പെൻഡ്രൈവ്? ആ ഷാമോനെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഞാൻ ഇന്നലെ കൊടുത്തവരും മറന്നുപോയോ? ഓ അത് ശരി. അല്ല നീ ഇതിനകത്തോട് എന്ത് കേൾക്കുന്നേ? പാട്ടുമല്ലോ വന്നോ? അല്ല നോക്കട്ടെ. ഡാ മോനെ, അച്ഛന്റെ കണ്ടെത്തലുകളെല്ലാം കറക്റ്റ് അല്ലായിരുന്നോ? അച്ഛന്